യെസ്, പ്രമോദ് വക്കീലെ, ഈ സ്വർണ്ണക്കടത്ത് കേസിൽ വേട്ടയാടപ്പെട്ട ഒരു മാധ്യമ പ്രവർത്തകനാണ് ഞാൻ. കാരണം ഞാൻ ഈ സ്വപ്ന സുരേഷിനെ വിളിച്ചതാണ് വലിയൊരു സംഭവമാക്കി അവതരിപ്പിച്ചത്. അതായത് സ്വർണ്ണക്കടത്തിൻ്റെ ബുദ്ധികേന്ദ്രം ഞാനാണെന്ന രീതിയിൽ പോലും കേരളത്തിലെ മറ്റ് ദൃശ്യമാധ്യമങ്ങളും അതുപോലെ പത്രങ്ങളും വാർത്ത കൊടുത്തു. ആരാണ് അനിൽ നമ്പ്യാർ, ദാവൂദ് ഇബ്രാഹിം കഴിഞ്ഞാൽ നെക്സ്റ്റ് താഴെ നിൽക്കുന്ന ഞാനാണെന്ന രീതിയിൽ പോലും ആണ്. അങ്ങനെ ഒരു മാനമാണ് ഇതിന് കൊടുത്തിരുന്നത്. നോക്കൂ, ഞാൻ അന്ന് സ്വപ്നയെ വിളിച്ചതിനാണ് എന്നെ കസ്റ്റംസ് എൻ്റെ മൊഴി രേഖപ്പെടുത്താൻ കൊച്ചിയിലേക്ക് വിളിച്ചത്. എനിക്കൊരു നോട്ടീസ് പോലും തന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഒരു നോട്ടീസ് പോലും തരാതെ കസ്റ്റംസ് അന്ന് ആ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ തലപ്പത്തിരുന്ന NS ദേവാണ് ഫോണിൽ എന്നെ വിളിച്ച് പറഞ്ഞത്, ഒന്ന് ഒരു സ്റ്റേറ്റ്മെൻറ്റ് റെക്കോർഡ് ചെയ്യണം, വരണമെന്ന്. ഞാൻ അന്ന് പോയി, കൃത്യസമയത്ത് പോയി. അതിന് ശേഷമാണ് വലിയ കഥകൾ പടച്ചു വിട്ടത്. അപ്പോൾ നോക്കൂ, അവരെ വിളിച്ചതിൻ്റെ പേരിലാണ് എൻ്റെ മൊഴി രേഖപ്പെടുത്താനായിട്ട് കസ്റ്റംസ് ഓഫീസിലേക്ക് വിളിച്ചത്. ഞാൻ അന്ന് അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് ഇപ്പം ഞാനും അവരും തമ്മിൽ എന്തെങ്കിലും ഫിനാൻഷ്യൽ ഡീലിങ്സ് ഉണ്ടെങ്കിൽ ഓക്കെ, സ്വാഭാവികമായിട്ടും അത് അന്വേഷിക്കാം, കസ്റ്റംസിന് ഉത്തരവാദിത്തമുണ്ട്. പക്ഷേ ഒരു ഫോൺ കോളിൻ്റെ പേരിൽ എന്നെ വിളിപ്പിക്കുന്നു, എന്നിട്ട് പുറത്ത് വലിയ കഥകൾ പ്രചരിപ്പിക്കുന്നു, പല കഥകളും പടച്ചുവിടുന്നു. ഇവിടെ 164 സ്റ്റേറ്റ്മെൻറ്റ് മജിസ്ട്രേറ്റിന് മുന്നിൽ രഹസ്യമൊഴി കൊടുത്തു. ആ രഹസ്യമൊഴി കൃത്യമായിട്ട് പറയുന്നു, മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിഞ്ഞുകൊണ്ടാണ് ഇതെല്ലാം നടക്കുന്നത്. ഒരു സിൻഡിക്കേറ്റിൻ്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്നത്. പിണറായി വിജയന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും മകൾക്കും ഒക്കെ ഇതിനെക്കുറിച്ച് അറിയാം, ഇതിൽ പങ്കുണ്ട് എന്ന് പറഞ്ഞിട്ട് പോലും ഈ 3 അന്വേഷണ ഏജൻസികളും ഇയാളെയോ ഇയാളുടെ കുടുംബാംഗങ്ങളെയോ വിളിപ്പിച്ചില്ല. അതൊരു വലിയൊരു കുറ്റം തന്നെയല്ലേ? നോക്കൂ, ഈ കേസ് വിചാരണയ്ക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും 164 സ്റ്റേറ്റ്മെൻറ്റ് ആ കോടതിയിൽ ചർച്ച ചെയ്യുമല്ലോ അല്ലേ? സ്വാഭാവികമായിട്ടും ന്യായാധിപൻ ചോദിക്കുമല്ലോ, ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിട്ട് എന്തുകൊണ്ട് നിങ്ങൾ ഇദ്ദേഹത്തിൻ്റെ മൊഴി രേഖപ്പെടുത്താൻ, അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുടെ മൊഴി രേഖപ്പെടുത്താൻ ഏറ്റവും ചുരുങ്ങിയ പക്ഷം അതെങ്കിലും റെക്കോർഡ് ചെയ്യാൻ എന്തുകൊണ്ട് വിളിപ്പിച്ചില്ല എന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമായിട്ട് ഉയരില്ലേ? നമ്പ്യാരെതിരെ ഞാനൊന്ന് തുടങ്ങിക്കോട്ടെ. ഞാൻ ഇപ്പോ ഒരു IPS ഉദ്യോഗസ്ഥൻ, എന്നയുടെ മുൻ ഉദ്യോഗസ്ഥൻ പറഞ്ഞു കേട്ടു. അദ്ദേഹത്തിന് ഇപ്പൊ റിട്ടയർ ചെയ്ത ആൾക്ക് പോലും വിഷമം തോന്നിപ്പിക്കുന്ന വിധത്തിലാണ് ചില അന്വേഷണ ഉദ്യോഗസ്ഥർ അന്വേഷണം നടത്തിയെന്ന് അദ്ദേഹം തന്നെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഡെപ്യൂട്ടേഷൻ എന്ന് പറഞ്ഞ് NIA-യിലും അതുപോലെ ED-യിലും അതുപോലെ തന്നെ ഈ കസ്റ്റംസിലൊക്കെ ഡെപ്യൂട്ടേഷനിൽ കേരളത്തിൽ നിന്നുള്ള കുറെ ഓഫീസേഴ്സ് ഉണ്ട്. ഇവരുടെ ഏറ്റവും വലിയ കള്ളത്തരം, ഇവരാണ് ഈ അന്വേഷണത്തിന്റെ പലതും അനാവശ്യമായി ലീക്ക് ഔട്ട് ചെയ്യലും. അതുപോലെ പ്രത്യേക ചില ചാനലുകൾക്ക് നമ്പ്യാര് പരിശോധിച്ചോളൂ, ഇപ്പൊ ഈ പുതിയ ഭരണം വന്നിട്ട് തുടങ്ങിയിട്ടില്ല, ചില ചാനലുകൾ അവര് ആയിരിക്കും ഫസ്റ്റ് ഇത് ഡിസ്ക്ലോസ് ചെയ്യുക ജനങ്ങളുടെ മുന്നിൽ. അത് ഇവിടെ നിന്നുള്ള ഉദ്യോഗസ്ഥരിൽ ലീക്ക് ഔട്ടാണ്. പിന്നെ നമ്പ്യാര് പറഞ്ഞ പോലെ അദ്ദേഹത്തിനെ, അതായത് മിസ്റ്റർ രാധാകൃഷ്ണൻ, കറ കളഞ്ഞ കോമ്രേഡ് ചിന്താഗതിക്കാരൻ, അയാള് വെറുതെയാണോ പുറത്താക്കിയത്? വൈ ഹി ഹാസ് നോട്ട് ചാലഞ്ച് ഹിസ് ഡിസ്മിസൽ? കാരണം എന്താ? അദ്ദേഹത്തിന് വേണ്ട റെമ്യൂണറേഷൻ അവിടെ വന്നു കഴിഞ്ഞു. ഇനി അതിലേക്ക് പോയാൽ കൂടുതൽ നാണക്കേട് ഒഴിവാക്കണം. ഇപ്പൊ രാജ്മോഹൻ സാറ് പറഞ്ഞ പോലെ ഇവരെയാണ് ആദ്യം പിടിക്കേണ്ടത്. നമ്പ്യാര് മനസ്സിലാക്കിക്കോളാം, ഇവരാദ്യം. ഇപ്പൊ നമ്പ്യാരിന് നോട്ടീസ് തന്നാൽ ആ നോട്ടീസ് നമ്പ്യാര് ചോദ്യം ചെയ്താൽ പെട്ടുപോകും ഈ ഉദ്യോഗസ്ഥൻ. കാരണം ഒരു നോട്ടീസ് തന്ന് താങ്കളെ വിളിപ്പിക്കാൻ പറ്റില്ല അവർക്ക്. അവര് വളരെ സ്നേഹത്തിൽ ആദ്യം വിളിക്കും. നിങ്ങൾ വരുന്ന ദിവസം അവര് തന്നെ ലീക്ക് ഔട്ട് ചെയ്യും. അപ്പൊ വരുന്ന ന്യൂസ് എന്താ? അനിൽ നമ്പ്യാരിനെ ചോദ്യം ചെയ്യുന്നു. അതിലൂടെ കുറെ കഥകൾ ഉണ്ടാക്കും ഓരോരുത്തരും. ഞാൻ ഒറ്റ ചോദ്യമുള്ളൂ, ഇപ്പൊ സാറും IPS ഉദ്യോഗസ്ഥൻ, അദ്ദേഹത്തിനും അറിയാം, 164 സ്റ്റേറ്റ്മെന്റ് കൊടുത്തത് വെച്ചിട്ട് തീർച്ചയായും അന്വേഷണം നടത്തണം. അവരുടെ അന്വേഷണ ഫയലിൽ ഈ 164 സ്റ്റേറ്റ്മെന്റ് പ്രകാരമുള്ള കാര്യങ്ങളും എല്ലാം തന്നെ അതിൽ വളരെ വ്യക്തമായിട്ട് മെൻഷൻ ചെയ്യണം. അതൊന്നും തന്നെ ഇവരാരും മെൻഷൻ ചെയ്തില്ല. കാരണം എന്താ? ഈ മെൻഷൻ ചെയ്യാൻ അവർക്ക് ആ കാര്യങ്ങളിലേക്ക് പോയാൽ പല മെയിൻ ആളുകളും പെടും എന്ന് കാണുമ്പോൾ അത് രഹസ്യമായിട്ട് വെക്കുന്നു. ഇവിടെ എന്റെ ചോദ്യം, കോൺഗ്രസ്സുകാരും BJP-ക്കാരും വായൽ കുഴക്കട്ട വെച്ചിരിക്കണോ? അങ്ങനെ തന്നെ ചോദിക്കട്ടെ. പക്ഷെ ഷാജിയേട്ടനെ ചോദിക്കണ പോലെ അധികം രൂക്ഷമായിട്ട് ചോദിക്കാതെ ഇവരെന്തുകൊണ്ട് ഈ വിഷയത്തിൽ മിണ്ടാൻ സൈലന്റ് ആയിട്ടിരിക്കുന്നു? ഇവരുടെ സൈലൻസ് എന്തുകൊണ്ട്?
ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ അവരുടെ ഇന്റർവ്യൂ കണ്ടു, ഞാൻ അത് വെച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ നോട്ട് ചെയ്തെടുത്തു. വൺ മിസ്റ്റർ പത്മരാജൻ, പിന്നെയുള്ള രാധാകൃഷ്ണൻ, ഇവരുടെ മുന്നിലൊക്കെ അവിടെ ഡിസ്ക്ലോസ് ചെയ്ത വിഷയങ്ങളെ കുറിച്ച് അറ്റ്ലീസ്റ്റ് ഇവരുടെ CD ഫയൽ എടുത്ത് നോക്കിയാൽ അറിയാം. അങ്ങനെ ഒരു ഡിസ്ക്ലോസർ വന്നിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് 164 വന്നാൽ കൃത്യമായിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥന് ബേസ്ഡ് ഓൺ അഡ്വക്കേറ്റ് പ്രമോദ് ഒറ്റ കാര്യം ഞാൻ പറഞ്ഞോട്ടെ. അതായത് ഈ പത്മരാജൻ തലശ്ശേരി ബ്രണ്ണൻ കോളേജിൽ എൻ്റെ സീനിയറായിരുന്നു. അന്നുള്ള ഒരു വൈരാഗ്യത്തിൻ്റെ പുറത്താണ് ഈ പത്മരാജൻ അന്വേഷണം നടക്കുന്ന സമയത്ത് കോഴിക്കോടുള്ള പത്മരാജൻ ഈ കേസുമായിട്ട് അന്വേഷണത്തിൽ ഒരു പങ്കുമില്ല. അയാൾ ഈ കേസ് അന്വേഷിക്കുന്ന ടീമിൻ്റെ ഭാഗമേ അല്ല. പത്മരാജൻ കോഴിക്കോട് നിന്ന് കൊച്ചിയിലേക്ക് വരുന്നു. സ്വപ്ന സുരേഷിന് ഒരു പേപ്പർ കൊടുക്കുക, എൻ്റെ ഫോട്ടോ കാണിച്ചിട്ട് ഒപ്പിട്ടൊക്കെ വാങ്ങുന്നു. അതിനുശേഷം പത്മരാജൻ എഴുതി കൊടുത്ത ഒരെണ്ണം പത്മരാജൻ ഡിക്റ്റേറ്റ് ചെയ്യുന്നു, ഇത് അതേപോലെ എഴുതണം എന്ന്. അതായത് ഞാൻ ഇങ്ങനെയൊക്കെ ചോദിച്ചു എന്നൊക്കെ പറഞ്ഞാൽ കുറേ കാര്യങ്ങൾ പുറത്തു വന്നു. എന്നിട്ട് പത്മരാജൻ്റെ മൊബൈലിൽ ഇത് ചിത്രീകരിച്ച ശേഷം അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ മൊബൈൽ ഫോണിലേക്ക് അയച്ചു കൊടുക്കുന്നു. അന്ന് ഈ എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് റെക്കോർഡ് ചെയ്ത ശേഷം പുറത്തിറങ്ങിയ അന്ന് ഞാൻ ഈ പരാതി കൊടുത്തിരുന്നു. കാരണം ഇത് ടോർപിഡോ ചെയ്യപ്പെടുകയാണ്. ഇതിൽ കേന്ദ്ര സർക്കാർ ഏജൻസികൾ, അത് കേന്ദ്ര സർക്കാർ അറിഞ്ഞുകൊണ്ടാണോ എന്ന് അറിയില്ല, പക്ഷേ ഒരു ശ്രദ്ധ വേണം എന്ന് പറഞ്ഞ് ഞാൻ മെയിൽ അയച്ചിരുന്നു. അന്ന് ആ അന്വേഷണത്തെ തുടർന്ന് പത്മരാജനെ പിറ്റേ ദിവസം തന്നെ അവിടുത്തെ അന്നത്തെ കമ്മീഷണർ പിറ്റേ ദിവസം തന്നെ തിരിച്ചു പോകാൻ പറഞ്ഞു. ഷൗട്ട് ചെയ്തിട്ടാണ് ഇറക്കി വിട്ടത്. ഈ പത്മരാജനെതിരെ ഈ ലീക്ക് ചെയ്തത് പത്മരാജനാണെന്ന് തിരിച്ച് അറിഞ്ഞുകൊണ്ട് പത്മരാജനെതിരെ നടപടിയെടുക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചിട്ട് പോലും നടപടിയെടുത്തില്ലെന്നേ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു കസ്റ്റംസ് ഓഫീസർ ഒരാളെ ടാർഗറ്റ് ചെയ്ത് അയാളെ ഈ കേസ് കൊടുക്കാൻ വേണ്ടി ശ്രമം നടത്തിയത് കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി, കോടതിക്ക് അത് മനസ്സിലായി, കോടതി പറഞ്ഞു ഈ ഉദ്യോഗസ്ഥരെ നടപടിയെടുക്കണമെന്ന് പറഞ്ഞിട്ട് പോലും ഇയാൾക്കെതിരെ നടപടിയെടുത്തില്ല. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ കേന്ദ്ര ഏജൻസികളിലെ കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു പങ്ക്. ഇതേ പത്മരാജനാണ് പണ്ട് ഒരു ഉദ്യോഗസ്ഥനെ അഴിമതി കേസിൽ, കസ്റ്റംസ് ഉദ്യോഗസ്ഥനെ അഴിമതി കേസിൽ CBI പൊക്കാൻ വന്നപ്പോൾ CBI ഉദ്യോഗസ്ഥരെ ശാരീരികമായി ആക്രമിച്ച കേസിലും പ്രതിയാണ് ഈ പത്മരാജൻ. എന്നിട്ട് പോലും നടപടിയെടുക്കാതെ നരേന്ദ്രമോദിക്കെതിരെ സ്ഥിരമായിട്ട് പോസ്റ്റ് ഇടുന്ന ആളാണ്. എന്നിട്ട് ഇപ്പോഴും പത്മരാജൻ കസ്റ്റംസ് തന്നെയുണ്ട്. അദ്ദേഹത്തിന് പ്രൊമോഷൻ കൊടുത്തു കേട്ടോ. ഇതാണ് കേന്ദ്ര സർക്കാർ ഏജൻസിയിൽ ഇരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥന് കിട്ടുന്ന, ഇതെല്ലാം കാണിച്ചു കൂട്ടിയിട്ട് അദ്ദേഹത്തിന് കിട്ടുന്ന അംഗീകാരം ഇതാണ്. നമ്പ്യാര് പറഞ്ഞു കോടതി അയാൾക്കെതിരെ നടപടിയെടുക്കാൻ പറഞ്ഞു. ഈ വിഷയം കേരളത്തിൽ ഒതുങ്ങി നിൽക്കുന്നു. ഇവരുടെ ഹയർ ഒഫീഷ്യൽസിനെ അതിപ്പോ നമ്പ്യാർക്ക് അത് ടേക്കപ്പ് ചെയ്ത് നമ്പ്യാർക്ക് ഈ സാധനം കോടതി ആവശ്യപ്പെട്ട സാധനം ചെയ്തിട്ടില്ല എന്ന് കാണിച്ച് നമ്പ്യാർക്ക് ലീഗലി മൂവ് ചെയ്യാം. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ ഞാൻ ഇപ്പോഴും പറയുന്ന ഒരു കാര്യം, കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും കേന്ദ്ര ഏജൻസി ഇത് കേസായി കോടതിയിൽ വന്ന് പിന്നെ ഒരു ഇലക്ഷൻ സമയത്ത് മാത്രം ചെയ്യേണ്ട കാര്യങ്ങളല്ല ഇതൊന്നും. ഞാൻ തുടക്കത്തിലെ കരുവന്നൂര് കേസിന്റെ സമയത്ത് ഞാൻ ചർച്ചയിൽ പറഞ്ഞിരുന്നു, ഇപ്പോഴൊന്നും എവിടെയില്ല. ഇനി ഇതില് വളരെ ഇമ്പോർട്ടന്റ് ഒരു കാര്യം, ഇപ്പോ നമ്മുടെ IPS ഉദ്യോഗസ്ഥൻ പറഞ്ഞ പോലെ ഇതില് ഇവർക്ക് ഈ സ്റ്റേറ്റ്മെന്റ് വെച്ച് ഇവരൊരു അന്വേഷണം നടത്തി അതിന്റെ റെക്കോർഡിൽ കാണണം. ഇതെല്ലാം കോടതിയിൽ നമ്മൾ പറഞ്ഞാൽ അവർ ഹാജരാക്കാൻ ബാധ്യസ്ഥരാവും. അവിടെ നോക്കുമ്പോൾ കാണാൻ പറ്റും. പിന്നെ ഷാജി സാറ് പറഞ്ഞ പോലെ ഒരു അന്വേഷണ കമ്മീഷൻ, നമ്പ്യാരും പറഞ്ഞു ഒരു അന്വേഷണ കമ്മീഷൻ, റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജി. ഞാൻ ഇപ്പോഴും പറയുന്നു ജുഡീഷ്യറിയുടെ അന്തസ്സ് കളയാൻ കുറെ എണ്ണം അതുപോലത്തെ ഉണ്ട്. അവരുടെ താല്പര്യം റിട്ടയർ ചെയ്താൽ എന്തെങ്കിലും ഒരു അന്വേഷണ കമ്മീഷൻ കൊണ്ടുവയ്ക്കും. ഭാഗ്യത്തിന് ഹൈക്കോടതി വെച്ചത് തന്നെ തെറ്റാന്ന് പറഞ്ഞു. അത് നല്ലൊരു കാര്യമാണ്. കാരണം ചിലവര് ഈ റിട്ടയർഡ് ഉദ്യോഗസ്ഥ ആവുന്നതിന് മുമ്പുള്ള ഒരു സ്നേഹബന്ധമുണ്ട്. അതായത് ഇയാൾ റിട്ടയർ ചെയ്താൽ എന്തെങ്കിലും ഒരു പോസ്റ്റ്, ഈ പോസ്റ്റിൽ കയറിയിരുന്ന് ജുഡീഷ്യറിയുടെ അന്തസ്സ് കളയാണ്. ഇപ്പൊ ഷാജി സാറ് പറയുന്നത് പോലെ ഈ കാര്യങ്ങളിൽ സാധാരണക്കാരന്റെ അവസാന ആശ്രയമാണ് ജുഡീഷ്യറി. അവിടെ പോലും ഇങ്ങനെയുള്ള റിട്ടയർഡ് ആളുകളെ കൊണ്ടിരുത്തി ഓരോ കോമാളിത്തരം. നമ്പ്യാരെ ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചോളൂ. ഞാൻ സ്വപ്നയുടെ ഇന്റർവ്യൂ ഒരു 20 മിനിറ്റ്സോളം, ഞാൻ 20 to 30 മിനിറ്റ്സ് ഞാനത് കണ്ടു. ലാസ്റ്റ് പോർഷനാ കാണാൻ പറ്റാഞ്ഞ, കാരണം എനിക്ക് ഈ ഡിബേറ്റിൽ പങ്കെടുക്കണോണ്ട് പോരേണ്ടി വന്നു. അപ്പൊ വരുമ്പോ പോലും ഞാൻ അതിൽ കാണുന്ന ഒരു കാര്യം എന്താ പറയുക, ഫോൺ എടുത്തിട്ട് ശിവശങ്കരൻ NIA ഉദ്യോഗസ്ഥന്റെ കൂടെ ഇരുന്നു. ഈ ഡിസ്ക്ലോസർ ഒക്കെ വെച്ച് NIA ഉദ്യോഗസ്ഥർക്ക് അവരുടെ സാറിന് അറിയാൻ പറ്റും കൂടുതൽ, അവർ ഓരോരുത്തരെയും ചോദ്യം ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് പ്രൈം അക്യൂസ്റ്റുകളെ ചോദ്യം ചെയ്യുമ്പോൾ
അല്ല അത് മാത്രല്ല അന്ന് ഈ NIA ശിവശങ്കറിനെ വിളിച്ച സമയത്ത് NIA ഓഫീസിൽ ക്യാമ്പ് ഓഫീസ് കേട്ടോ, ക്യാമ്പ് ഓഫീസിൽ ശിവശങ്കറിന് കിട്ടിയ റിസപ്ഷൻ താങ്കൾ കാണണമായിരുന്നു. ആ ദൃശ്യങ്ങൾ ഇപ്പോഴും ഉണ്ട്. സ്നേഹത്തോടെ സ്വീകരിച്ച് ആനയിച്ചു കൊണ്ടുപോയായിരുന്നു. അതുമാത്രമല്ല, ശിവശങ്കർ സ്വപ്നയോട് പറഞ്ഞ ഇതാണ്, NIA നമ്മുടെ കയ്യിലാണ്. അതായത് അന്നത്തെ ആഭ്യന്തരമന്ത്രി പിണറായി വിജയനാണ് NIA നയിച്ചിരുന്നത്. ഇതാണ് അവസ്ഥ, കേന്ദ്ര ഏജൻസികളുടെ അവസ്ഥ. അത് ഞാനൊരു കാര്യം പറയാം. ഞാൻ ആ ലേഡിയുടെ ഇന്റർവ്യൂ കണ്ടു. ഞാൻ 2-3 ഇന്റർവ്യൂസ് അവരുടെ എല്ലാം ഞാൻ കണ്ടിരുന്നു. ഞാൻ ഒരു കാര്യം വളരെ കൃത്യമായിട്ട് പറയാം. എന്തോ ആയിക്കോട്ടെ, വെദർ ഷീ ഈസ് ആൻ അക്യൂസ്ഡ് ഇൻ 5 cases or 10 cases, ബട്ട് ഷീ ഷോഡ് എ ബോൾഡ് സ്റ്റാൻഡ്. എന്താ, ഇവിടെ സാധാരണ പോലീസ് സ്റ്റേഷനിൽ ഒരു പ്രതിയെ പിടിച്ചാൽ ആ പ്രതിയുടെ ഡിസ്ക്ലോസർ പ്രകാരം, മറ്റുള്ളവരെ മൊഴി പ്രകാരം മറ്റുള്ളവരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്ന കാര്യമുണ്ട്. കാരണം ഞാൻ വളരെ കൃത്യമായിട്ട് പറയാം. ഇന്നലെ ഞാൻ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ഗുണ്ടാ നേതാവ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കേസിൽ പോയപ്പോ ഞാൻ അതില് 3-ാം പ്രതിക്ക് വേണ്ടി ഹാജരാവുക. ആ കാര്യത്തിൽ അവിടെ പോലെ എഴുതി വെച്ചിരിക്കുന്ന പോലീസുകാർ ഇതാ, അതായത് 2 FIR-ൽ പേരില്ലാത്ത ഒരാളെ ചോദ്യം ചെയ്യാൻ കാരണം ഈ പറയുന്ന ബാക്കി പ്രതികളിൽ നിന്ന് കിട്ടി ഇയാൾ ഉണ്ടാവുന്നത്. അങ്ങനെ പ്രതി ചേർക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത്രയും അറിവുള്ള ലോക്കൽ പോലീസ് ചെയ്യുന്നു. ഇവർക്ക് എന്താ 164, ഇത് 164 സ്റ്റേറ്റ്മെന്റാ, ദ മോസ്റ്റ് റിലയബിൾ സ്റ്റേറ്റ്മെന്റ്. അത് എന്തിനാ ചെയ്യുന്നത്? മൊഴി മാറ്റി പറയരുത്. അല്ല, 164 സ്റ്റേറ്റ്മെന്റ് കള്ളമാണെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റ് കൊടുത്തയാക്കിയതിന് നിയമ നടപടി എടുക്കാമല്ലോ അല്ലേ? അതുകൊണ്ടാണ് വളരെ ഇമ്പോർട്ടന്റ് കേസുകളിലെല്ലാം ഇവിടുത്തെ ലോക്കൽ പോലീസ് പോലും മജിസ്ട്രേറ്റിന് മുമ്പിൽ അവരോട് ചോദിച്ച് മജിസ്ട്രേറ്റും ഇവരും തമ്മിൽ മാത്രമാണ് ഈ ചോദ്യം ഡിസ്ക്ലോസർ ഉണ്ടാവുള്ളൂ, അല്ലാതെ വേറെ ആർക്കും ഇല്ല. പിന്നെ അത് കിട്ടണമെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് മാത്രമാ. ബേസ്ഡ് ഓൺ ദാറ്റ് ഹി ക്യാൻ ടേക്ക് അപ്പ് ഹിസ് കമ്മ്യൂണിക്കേഷൻ. ചാർജ് ഷീറ്റ് ഫയൽ ചെയ്യുമ്പോൾ മാത്രമാണ് പ്രതികൾക്ക് ഈ സാധനം കിട്ടുകയുള്ളൂ. അപ്പൊ ഇതെല്ലാം ഒരു പാർട്ട് ഓഫ് എ ഗെയിം. ഞാൻ വളരെ കൃത്യമായിട്ട് പറയുന്നു നമ്പ്യാരെ, ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റ്, ഇമാജിൻ, ഞാൻ ഷോക്ക്ഡായി പോയത് NIA-യുടെ ഇത് വന്നപ്പോഴാണ്. NIA ഈസ് വൺ ഓഫ് ഇറ്റ് ഈസ് എ ടോപ്പ് മോസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി. ഞാൻ മനസ്സിലാക്കുന്നത്, ചോദ്യം ചെയ്യുമ്പോൾ അത് സാറിന്റെ അടുത്തതിൽ പറയാൻ പറ്റിയ വെച്ചാൽ സാറൊന്ന് പറയണം. ടു മൈ ലിമിറ്റഡ് നോളജ് ഇവരുടെ എല്ലാം എപ്പോഴും വീഡിയോഗ്രാഫി ചെയ്യും. ചോദ്യം ചെയ്യുന്നതെല്ലാം വീഡിയോഗ്രാഫി ചെയ്യും. കാരണം ഒരു ഹരാസ്മെന്റ്. അതിന്റെ ഒരു ഉദാഹരണമാണ് ED കേസിൽ മിസ്റ്റർ ഇയാള് കൊടുത്ത അരവിന്ദാക്ഷൻ തല്ലി എന്ന് പറഞ്ഞു കൊടുത്ത കേസ് എങ്ങും വെക്കാതെ പോകാൻ കാരണം ഇറ്റ് ഈസ് ഓൾ വീഡിയോഗ്രാഫ്ഡ്. കാരണം ഇതാണ് ഇവിടുത്തെ ഒരു വിഷയം. നിങ്ങൾ എടുത്തു നോക്കൂ, സാധാരണക്കാർക്ക് അവര് തന്നെ പറയുന്നു അവരുടെ ഇൻഫ്ലുവൻസ് എത്രത്തോളം ഉണ്ടായിരുന്നു എല്ലാം. നമ്പ്യാരെ എടുത്തു നോക്കൂ. ഞാനിപ്പോ ഒരു കാര്യം, എക്സാലോജിക്ക കേസ്, എവിടെയാണ് ആ കമ്പനിയുടെ അഡ്രസ്? AKG സെന്റർ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. എത്ര കേരളത്തിലെ ജനങ്ങൾ ബുദ്ധിമാന്മാരാണെന്ന് ഈ ഇലക്ഷനിൽ കണ്ടു. കാരണം എന്താ വെച്ചാൽ ഇതെല്ലാം പുറത്തു വന്ന ഇലക്ഷൻ ആണല്ലോ, കൃത്യമായിട്ട് ഒരു പ്രതികരണം. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. എക്സാലോജിക്കിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഒരു കാര്യം, എക്സാലോജിക്കിലെ ബാംഗ്ലൂർ ഓഫീസിൽ വർക്ക് ചെയ്യാനുള്ള ഓഫർ കൊടുത്തിരുന്നു കേട്ടോ സ്വപ്ന സുരേഷ്. അല്ല, അത് ഞാൻ കേട്ടു അവര് പോവാത്തതിന്റെ റീസൺ. പക്ഷെ നിങ്ങളൊന്ന് ആലോചിക്കൂ, ഇതിൽ ഏറ്റവും ദയനീയ അവസ്ഥ ഇവിടുത്തെ IAS IPS ഓഫീസർ. നിങ്ങൾ നോക്കൂ, മിസ്റ്റർ അജിത് കുമാർ ഏതുവരെ പോയി? ഹീസ് നോട്ട് ഈവൻ കണക്റ്റഡ് ടു ദിസ് കേസ്. പാലക്കാടോ എവിടെ പോയിട്ട് ഈ സ്ത്രീയെ അതന്നെയല്ലേ നമ്പ്യാരെ പത്മകുമാർ നിങ്ങളെ, അയാൾ ഇതിന് പാർട്ട് ഓഫ് ദ ഇൻവെസ്റ്റിഗേഷൻ ടീമല്ല. വൈ ഷുഡ് ഹി കം ആൻഡ് ടേക്ക് എ സ്റ്റേറ്റ്മെന്റ് ലൈക്ക് പത്മരാജൻ? യെസ്, അയാൾക്ക് എന്താണ് ഇതിന്റെ റോള്? അല്ല, ഇൻവെസ്റ്റിഗേഷൻ ടീമിലില്ല, കസ്റ്റംസിന്റെ ഭാഗമല്ല, അതുപോലെ NIA-യുടെ ഭാഗമല്ല. വാട്ട് ഈസ് ഹിസ് റോൾ? അതെന്താണ്? ഡെപ്യൂട്ടേഷനിൽ ഇവരുടെ വല്ല ജൂനിയേഴ്സ്, പഴയ കോളേജ് ക്യാമ്പസിലെ വൈരാഗ്യം തീർക്കാൻ വേണ്ടി വന്നതായിരുന്നു. നമ്പ്യാരെ, അതിന് ഞാനൊരു കാര്യം പറയാം. നമ്പ്യാരെ, ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്പി നാരായണൻ സാറിന്റെ കേസ്. ആരൊക്കെ കളവായിട്ട് കേസെടുത്തിട്ടോ ഇവരെ ജനങ്ങള്, ഷാജി സാറ് പറഞ്ഞ പോലെ പാവപ്പെട്ടവന് ഇവന്മാർക്കെതിരെ ഫൈറ്റ് ചെയ്യാൻ പറ്റില്ലായിരിക്കും. പക്ഷെ എവിടെയെങ്കിലും ഒരു ന്യായം ഒളിച്ചിരിക്കുന്നാവും. അത് ടേക്കപ്പ് ചെയ്ത് വന്നാൽ ഇതിന്റെ അവസാനം കാണും. ഞാൻ കൃത്യമായിട്ട് ഇതിലൊരു കാര്യം പറയാം. ആ ഇന്നത്തെ നിങ്ങളുടെ ഇന്റർവ്യൂ വെച്ചും നമ്പ്യാരെ ഒരു കാര്യം മനസ്സിലായിക്കോളൂ, ഈ ED-ക്കായാലും NIA-ക്കായാലും ഇവൻ ദേ ക്യാൻ കോൾ യു ഓൾസോ. കാരണം നിങ്ങളുടെ മീഡിയ ഹൗസിൽ വെച്ചാണ് ഈ ഡിസ്കോഴ്സ് വന്നിക്കണേ, ഈ സ്റ്റേറ്റ്മെന്റ് വന്നിക്കണേ. നിങ്ങളും പോയി ഉള്ള കറക്റ്റ് ആയിട്ടുള്ള അവരുടെ ഇന്റർവ്യൂ കൊടുക്കണം. കാരണം
ഇതിലെ കേസുകളൊന്നും തീർന്നിട്ടില്ല. ഇറ്റ് ഇസ് സ്റ്റിൽ പെൻഡിങ്. അതെ തീർന്നാലും സാറിന് പറയാം, എന്നെ ഉദ്യോഗസ്ഥന് അറിയാം, ഇഫ് ദേ ഗെറ്റ് എ വൈറ്റൽ ഇൻഫർമേഷൻ ഫ്രം എനി വൺ, ദേ ക്യാൻ, ഈ ക്ലോസ് ചെയ്ത കേസിലാണെങ്കിൽ കോടതി മുഖേന അത് റീഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പെർമിഷൻ മേടിക്കാം. ഇതൊന്നും ക്ലോസ് ആയിട്ടില്ല, സ്റ്റിൽ പെൻഡിങ് ആ. അപ്പൊ ഇതിലൊരു ഇതിലെല്ലാം പുനരന്വേഷണം വേണം. അഡ്വക്കേറ്റ് പ്രമോദ്, ഇതിലൊരു പുനരന്വേഷണം വേണം. കാരണം അന്വേഷണം തീർന്നിട്ടില്ല. അതെ, ഇതിൽ അന്വേഷണം തീരാത്തോണ്ട് ഒരു ഗുണുണ്ട്. ഇപ്പോഴെങ്കിലും ഉള്ള ഉദ്യോഗസ്ഥർക്ക് ഈ ഡിസ്ക്ലോസർ വെച്ച് സ്വപ്ന സുരേഷിനെ വിളിച്ചു വരുത്തി ബാക്കിയുള്ള റെക്കോർഡിങ്സും എല്ലാം, കാരണം ശിവശങ്കരൻ എന്നയുടെ ചോദ്യം ചെയ്യലിൽ അവിടെ ഇരുന്ന് ഡിക്റ്റേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട, അയാളുടെ കോൾ റെക്കോർഡ് പരിശോധിച്ചാൽ അയാളുടെ ടവർ ലൊക്കേഷൻ അതെല്ലാം കിട്ടും. ഇതിലെന്താണ് ഏറ്റവും വലിയ കള്ളത്തരം? ഇവിടുത്തെ രാഷ്ട്രീയക്കാരാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കള്ളന്മാരായിട്ട് കാണുന്നത്. നിങ്ങളൊന്ന് ആലോചിക്കുക, എലക്ഷൻ സമയത്ത് ഇതൊക്കെ കുത്തിപ്പൊക്കി ഓടിയിടണവർ അത് കഴിഞ്ഞാൽ വായടക്കി. നമ്പ്യാരൊന്ന് നോക്കൂ, ഇപ്പൊ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന തൂഫാൻ. ഏതെങ്കിലും ഒരു റെപ്യൂട്ടഡ് ഹോട്ടലിൽ കയറി റേഡിയോ, അവിടുത്തെ എല്ലാ സ്പാ കേന്ദ്രങ്ങളും ഇതിനെ ബേസ് ചെയ്ത് ഡ്രഗ്സും ഇതുമാണ്, ഹണി ട്രാപ്പിങ്ങുമാണ് നടക്കുന്നത്. ആണെങ്കില്ല അതാണ് അതിലേക്കാണ് എനിക്ക് മനസ്സിലാവുന്നത്. അദ്ദേഹം ഒരു കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ട് അദ്ദേഹത്തിന്റെ വികാരം ശരിക്കും നമുക്ക് മനസ്സിലാവും. ഞാൻ ഇന്റർവ്യൂ കാണുമ്പോൾ ഷാജി സാറ്, ഷാജഹാൻ സാറ് ഇവരെല്ലാം പറയുമ്പോ ഇവൻ ജി സുധാകരൻ സാറിന്റെ ലേറ്റസ്റ്റ് നിങ്ങൾ കണ്ടില്ലേ, അവരൊക്കെ കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരാ. ഇങ്ങനത്തെ കള്ളത്തരം കാണിക്കാൻ ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണ് അവർ ഇത്ര വൈകാരികമായിട്ട് പ്രതികരിക്കുന്നത്. എനിക്കിതിൽ പറയാനുള്ള ഒരു ഫസ്റ്റ് വേസ് എന്നുള്ളത്, എനിക്ക് നമ്പ്യാരെ പറ്റുമെങ്കിൽ ഈ ഒരു സാധനം ഞാൻ ഏതൊരു സാധാരണക്കാരനും ഇതിന്റെ മെറ്റീരിയൽസ് എത്തിച്ചു കൊടുത്ത് ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് സ്വപ്ന സുരേഷ് അവർക്കൊരു റെപ്രസെന്റേഷൻ കൊടുക്കാൻ പറ്റും. പഴയ ഓഫീസേഴ്സ് മാറി അവരിന്ന് പറഞ്ഞത് ഞാൻ ശ്രദ്ധിച്ചു. അവർക്ക് പേടിയായിരുന്നു കേരളത്തിലേക്ക് വന്നു. അതെ, ഇപ്പൊ അവർക്ക് ട്രസ്റ്റ് ഇൻ ദ കറന്റ് ഗവൺമെന്റ്. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നു വി.ഡി. സതീശനായാലും രമേശ് ചെന്നിത്തലയായാലും അവരൊക്കെ ഘോര ഇലക്ഷനിൽ പ്രസംഗിച്ച ഒരു വിഷയങ്ങളല്ലേ ഇതൊക്കെ. അവർക്ക് രാഷ്ട്രീയം സഹായിക്കാൻ പറ്റും. ഇതില് അന്വേഷണ ഉദ്യോഗസ്ഥൻ ചിന്തിക്കേണ്ട എന്തറിയോ, അവരെ എത്ര കേസിൽ പ്രതിയായിക്കോട്ടെ, അവര് തരുന്ന മെറ്റീരിയലിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് അൺഒഫീഷ്യലി എങ്കിലും അവർ അന്വേഷിച്ച് അത് പറയുന്നത് നമ്മൾ കൊളോബറേറ്റ് ചെയ്ത് നോക്കി എന്തെങ്കിലും അയോട്ട് ഓഫ് എവിഡൻസ് അതിലുണ്ടെങ്കിൽ ഇതിന്റെ നടപടിക്രമങ്ങളായിട്ട് മുന്നോട്ട് പോകും. യെസ് വക്കീലെ, ഞാനൊരു ഇടവേളയിലേക്ക് പോകുന്നതിന് ഒറ്റ കാര്യം കൂടി പറയട്ടെ. ഈ കേസ് അന്വേഷിച്ച രാധാകൃഷ്ണനെ സർവീസിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്ത്, അതും രാഷ്ട്രപതിയുടെ ഉത്തരവ് വാങ്ങിച്ച്, എനിക്ക് തോന്നുന്നു ഒരു കേന്ദ്ര ഏജൻസിയിലെ ഉദ്യോഗസ്ഥനും ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടായിരിക്കില്ല. ഈ പിണറായി ഭക്തനാണ്, രാധാകൃഷ്ണനാണ് കേസ് അന്വേഷണം അട്ടിമറിച്ചത്. പല രീതിയിലും ശ്രമിച്ചു. ഏറ്റവും ഒടുവിൽ പിടിക്കപ്പെട്ടു അല്ലെ? പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ നല്ലേ? ഒരു നാൾ പിടിക്കപ്പെടും. നമ്പ്യാരെ ഒരു കാര്യം കൂടി മനസ്സിലായിക്കോളൂ, ഇയാള് റിട്ടയർ ചെയ്തിരുന്നെങ്കിൽ, ഇയാള് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മൂന്നാമതൊരു പിണറായി ഗവൺമെന്റ് വന്ന് റിട്ടയർ ചെയ്താൽ ഇയാളെ പിടിച്ച് ഏതെങ്കിലും ഓഫീസറാക്കും. നിങ്ങളൊന്ന് നോക്കുക, ഏറ്റവും വലിയ കാര്യമല്ലേ രമൺ ശ്രീവാസ്തവ ഏറ്റവും കൂടുതൽ കമ്മ്യൂണിസ്റ്റുകാരെ എതിർക്കേണ്ട ഒരാളാണ്. അയാളെ പിടിച്ച് അഡ്വൈസറായിട്ട് വെച്ചതാ. അതെന്തിനാ? മേലെയുള്ള ഇദ്ദേഹം ഇരുന്ന പോസ്റ്റുകളിൽ അദ്ദേഹത്തിന്റെ ജൂനിയേഴ്സ് ആയിരുന്നവരെ കൊണ്ട് ഓരോന്ന് യൂട്ടിലൈസ് ചെയ്യാൻ. ഈ ശ്രീവാസ്തവയെക്കാളും ഒരു വില്ലനുണ്ട്. ആ വില്ലനാണ് ഈ കേസ് മൊത്തത്തിൽ അട്ടിമറിക്കാൻ കൂട്ടുനിന്ന് കൊടുത്തത്. അയാൾക്ക് പ്രധാനപ്പെട്ട ഒരു പദവി കൊച്ചി മെട്രോയിൽ കൊടുത്തിട്ടുണ്ട്. കൊച്ചി മെട്രോയിൽ കൊടുക്കുകയും. നിങ്ങൾ എടുത്തു നോക്കൂ. ഇപ്പൊ ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞു നിർത്തുന്നു. അതായത് ഒരു ബി അശോക്, ഒരു IAS ഉദ്യോഗസ്ഥൻ പ്രശാന്ത്, അവര് ഡിസ്ക്ലോസ് ചെയ്തൊരു കാര്യം ശ്രദ്ധിച്ചില്ലേ? മന്ത്രിമാര് ഒന്നിനും വായിച്ചാൽ അറിയില്ല, ഇഞ്ഞ പോലെ അഴിമതി. ഞങ്ങളുടെ ഭാഗം ക്ലിയർ ചെയ്ത് നിന്നു, നമ്മൾ പെടാതിരിക്കാൻ. ബാക്കി എന്താ ചെയ്തോട്ടെ, അതും തെറ്റാണ്. IAS ഉദ്യോഗസ്ഥൻ പറയട്ടെ. കാരണം അവര് വേറെ ഗവൺമെന്റ് സർവന്റ്, അതല്ലാതെ രാഷ്ട്രീയ പാർട്ടിയുടെ സർവന്റ് അല്ല. അവരൊരു കള്ളത്തരം കണ്ട അവർ കൂട്ടു നിൽക്കല്ല വേണ്ടത്. ഇമ്മീഡിയറ്റ്ലി ആ കള്ളത്തരം പ്രസന്റ് ഗവൺമെന്റിൽ ഒരു മന്ത്രി ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെതിരെ അവർക്ക് ഗവർണറെ ഇൻറ്റിമേറ്റ് ചെയ്യാം. കാരണം അവരുടെ IAS-ഉം IPS-ഉം തരുന്നത് ഇറ്റ് ഇസ് ഫ്രം ദ സെൻട്രൽ സൈഡ്. അവരെ പുറത്താക്കണമെങ്കിൽ പെർമിഷൻ വേണം. അപ്പോ ഈ ഞാൻ അതിനെ കുറിച്ച് പഠിച്ച് എങ്ങനെയെങ്കിലും ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ഫയൽ ചെയ്ത് ഞാൻ കണ്ടു. മറുനാടൻ മലയാളിയിൽ ബി അശോകിന്റെയും പ്രശാന്തിന്റെയും ഇന്റർവ്യൂ. അതിൽ അവർ ഒരുപാട് അഴിമതികൾ പറഞ്ഞിട്ടുണ്ട്. അത് ഇരിക്കുന്ന പോസ്റ്റിൽ എന്നിട്ടാണ് അവര് ചെയ്യുന്നത്. നല്ല പുള്ളി
നല്ല പുള്ളികൾ, ഇപ്പൊ നല്ല പുള്ളികൾ. ഞാൻ ഈസ് എ വണ്ടർഫുൾ ഓഫീസർ, നോ ഡൗട്ട്. കാരണം അദ്ദേഹം കാരണം റൈറ്റ് ഓഫ് ഇൻഫോർമേഷൻ ഒരുപാട്, അതുകൊണ്ടാണ് പറയുന്നത് Okay. ഇവരെയും ചോദ്യം ചെയ്യണം ഓക്കെ ഈ ഓക്കെ പറയുന്ന IAS IPS ഉദ്യോഗസ്ഥർ. യെസ് യെസ് യെസ്